കാര്യവട്ടം ക്യാമ്പസിലും കൊയിലാണ്ടിയിലെ ഗുരുദേവ് കോളേജിലും SFI നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ഉയർന്ന ചോദ്യങ്ങളോടും അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസുമേലുള്ള ചർച്ചയിലുമായിരുന്നു പൂച്ചെട്ടി തലപൊട്ടിക്കൽ രക്ഷാപ്രവർത്തനമെന്ന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ രക്ഷാപ്രവർത്തനം എന്ന പദപ്രയോഗം പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ വീണ്ടും പഴയ ന്യായം തിരുത്തുമ്പോൾ ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി ആരാണ്? മഹാരാജാവോ ദാസൻ? രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുൻപ് ഇതിനൊക്കെ കാരണമായ SFI കാര്യവട്ടം ക്യാമ്പസിൽ നടത്തി എന്ന് പറയപ്പെടുന്ന അതിക്രമം, അതിനിരയായിത്തീർന്ന സാൻജോസ്, KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, കാര്യവട്ടം ക്യാമ്പസിലെ 1ാം വർഷ MA മലയാളം വിദ്യാർത്ഥി നമുക്കൊപ്പം ചേരും. ഒപ്പം സണ്ണി ജോസഫ് MLA ഉണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, BJP പ്രതിനിധി K ഗണേഷ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ സാൻജോസിലേക്ക് പോകുന്നു. സാൻജോസ് ഇപ്പോൾ അവിടെ മലയാളം MAക്ക് 1ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലേ? അതെ അതെ. സാൻജോസ് ഇതേ ക്യാമ്പസിൽ നേരത്തെ മറ്റൊരു കോഴ്സ് ചെയ്തിരുന്നു അല്ലേ? ചെയ്തിരുന്നു. ഏതാണ് ആ കോഴ്സ് സാൻജോസ്? ഞാൻ MA മലയാളത്തിൽ കേരള പഠനം, അതിലായിരുന്നു കോഴ്സ് ചെയ്തിരുന്നത് നേരത്തെ, ഒരു PG. അത് സാൻജോസ് പാസ്സായിരുന്നോ? അത് പാസ്സായിരുന്നു. അപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കേരള പഠനം MA 2 വർഷം കോഴ്സ് പഠിച്ചിറങ്ങിയ ആളാണ് സാൻജോസ്. ആ സാൻജോസിൽ പഠിച്ച കേരള പഠനത്തിന് മലയാളത്തിൻ്റെ MAയുടെ ഈക്വലൻസി ഉണ്ടോ സാൻജോസ്? MAയുടെ ഈക്വലൻസി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ടോ അതിന്? ഓക്കെ. അപ്പോൾ മലയാളം ഈക്വലൻസിയുള്ള ഒരു കോഴ്സ് അതേ ക്യാമ്പസിൽ പഠിച്ചയാളാണ് സാൻജോസ്. വീണ്ടും മലയാളത്തിൻ്റെ MA കോഴ്സിന് താങ്കൾ ജോയിൻ ചെയ്തത് എന്തിനാണ് സാൻജോസ്? അത് സാൻജോസിൻ്റെ തീർച്ചയായും അവകാശമാണ്. പക്ഷേ എങ്കിലും അതേ കോഴ്സ് തന്നെ വീണ്ടും അതേ ക്യാമ്പസിൽ പഠിക്കാൻ താങ്കൾ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഞാൻ BA പഠിച്ചത്, അതായത് BA പഠിച്ച സെൻറ്റ് സേവിയർസ് കോളേജ് തുമ്പ, മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ വരുന്ന മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കിയ ഒരാളാണ് ഞാൻ. അതിന് ശേഷമാണ് കേരള പഠനത്തിൽ വരുന്നത്. ആ കോഴ്സ് സത്യത്തിൽ കേരള പഠനത്തിനകത്ത് മലയാളമാണ്. പിന്നീട് അത് നെറ്റിൻ്റെ കാര്യമായിരുന്നാലും ശരി, മറ്റുള്ള കാര്യമായിരുന്നാലും ശരി, അത് മലയാളത്തിലോട്ടാണ് അതിൻ്റെ എലിജിബിലിറ്റി എല്ലാം പോകുന്നത്. എന്നാൽ എൻ്റെ UG സംബന്ധിച്ചിടത്തോളം UGയിൽ എനിക്ക് ജേർണലിസത്തോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് റിസർച്ച് ചെയ്യുന്നതിന് അതിയായ ഒരു താല്പര്യമുണ്ട്. അത് മലയാളത്തിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിസർച്ച് എന്നുള്ളൊരു മോഹവുമായിട്ടാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ രണ്ടാമതൊരു എടുത്തുകൊണ്ട് തന്നെ താങ്കൾക്ക് മലയാളത്തിൽ ഗവേഷണം നടത്താൻ കഴിയുമല്ലോ, കാരണം MA ഈക്വലൻസി മലയാളത്തിനുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇത് എന്താണ്, ഒരു ബേസ് നേടുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ മലയാളത്തിൽ കയറിയത്. അതായത് എൻ്റെ മലയാളം പഠിച്ചു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതേ ക്യാമ്പസിൽ അതേ ഈക്വലൻസിയുള്ള ഒരു കോഴ്സ് താങ്കൾ തിരഞ്ഞെടുക്കുന്നത്. ശരി, താങ്കളെക്കുറിച്ച് വരുന്നൊരു ആരോപണം, താങ്കൾ KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് ക്യാമ്പസിൽ താങ്കളുടെ ദൗത്യം രാഷ്ട്രീയ ദൗത്യം കൂടി ആയതുകൊണ്ടാണ് അതേ ക്യാമ്പസിൽ ഈക്വലൻസിയുള്ള ഒരുപക്ഷെ ഡബിൾ MA എന്ന് തോന്നാവുന്ന തരത്തിലൊരു കോഴ്സ് എടുത്തിരിക്കുന്നത് എന്നതാണ് താങ്കൾക്കെതിരെയുള്ള ആരോപണം. അതുകൊണ്ട് ഞാനിത് ചോദിച്ചു എന്ന് മാത്രം. സാൻജോസ്, ഒരു ചോദ്യം കൂടി. സാൻജോസിന് മർദ്ദിച്ചു എന്ന് പറയുന്ന ആ സ്ഥലമുണ്ടല്ലോ, അത് റിസർച്ച് ഹോസ്റ്റലല്ലേ? അതെ സാർ, റിസർച്ച് ഹോസ്റ്റലാണ്. ആ റിസർച്ച് ഹോസ്റ്റലിൽ സാൻജോസ് എന്തിനാണ് പോയത്? ഞാൻ റിസർച്ച് ഹോസ്റ്റലിൽ പോയിട്ടില്ല. ഞാൻ ക്യാമ്പസിലുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിനെ തടഞ്ഞതുകൊണ്ടാണ്, ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വെച്ച് എൻ്റെ സുഹൃത്തിനെ തടയുകയും ആ സുഹൃത്തിനെ വിടണം എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. സാൻജോസിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ പഠിക്കുന്ന സുഹൃത്താണ്, കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്? അല്ല 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 എൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം. ക്യാമ്പസിനുള്ളിലുള്ളതോ? അല്ല, എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം. കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ആളല്ല. പഠിക്കുന്ന ആളല്ല. അയാൾ ഈ സെക്യൂരിറ്റിയുടെ പെർമിഷനോട് കൂടിയാണോ ക്യാമ്പസിനുള്ളിൽ വന്നത്? അതെ, അദ്ദേഹവും ഞങ്ങളൊരു ലേ അറേബ്യ, കഴക്കൂട്ട ലേ അറേബ്യ പോലെ കഴിച്ചിട്ട്
അവിടെ നിന്ന് വരുന്ന വഴിക്ക് അകത്തോട്ട് കയറുന്നതിന് അവിടെ ഇരുന്ന കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയെയും കൂട്ടി സാൻ ജോസ് ക്യാമ്പസിനുള്ളിലേക്ക് സെക്യൂരിറ്റി കടന്ന് താങ്കൾ എത്തുന്നു. ആ സമയത്താണ് താങ്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്, അവിടെ തർക്കം ഉണ്ടാവുന്നത് അല്ലേ? അല്ല സാർ, ഞാൻ അദ്ദേഹം എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസിൽ നവാഗതരെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും ക്യാമ്പസിലെ KSU ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അവരോട് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ കോഴ്സിൽ നവാഗതനാണ് അല്ലേ, സീനിയർ വിദ്യാർത്ഥിയല്ല? അല്ല സാർ, ഞാനിപ്പോൾ നിലവിൽ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥി. ഓ, ഡിഗ്രി രണ്ടാമത് പഠിക്കുന്നതാണ്. സാൻ ജോസ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തയാളാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ സാൻ ജോസ് ആ ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയുമായി ക്യാമ്പസിനുള്ളിൽ എത്തുന്നു. അവിടെ വെച്ച് താങ്കളെ അകാരണമായി ഈ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. അതെ. സെക്യൂരിറ്റി വിങ് ഈ റിസർച്ച് ഹോസ്റ്റലിന് തൊട്ട് മുന്നിലല്ലേ? ഒരു 10 മീറ്റർ ദൂരം പോലും ഇല്ലല്ലോ? അതെ, 10 മീറ്റർ ദൂരം പോലും ഇല്ല സാർ. ആ സെക്യൂരിറ്റിയുടെ മുന്നിൽ വെച്ചാണോ താങ്കളെ മർദ്ദിച്ചത്? അതെ, സെക്യൂരിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ വലിച്ചഴച്ച് റിസർച്ച് ഹോസ്റ്റലിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, സെക്യൂരിറ്റി അപ്പോൾ അവിടെ ഇല്ലേ? സെക്യൂരിറ്റി ഇത് കാണുന്നില്ലേ? സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു സാർ, ഉണ്ടായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി താങ്കളെ മർദ്ദിക്കുന്നതോ വലിച്ചു കൊണ്ടുപോകുന്നതോ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് സാൻ ജോസ്. സാധാരണ കാര്യവട്ടം ക്യാമ്പസിലെ സെക്യൂരിറ്റിമാരൊന്നും കാണാറില്ല സാർ. കാരണം സാറിനറിയായിരിക്കും, മുൻപൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോഴും ഇവിടുത്തെ സെക്യൂരിറ്റിമാരൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഉള്ള സെക്യൂരിറ്റിമാരാണ്. അപ്പോൾ അവർ എന്നിട്ട് 121 നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി. കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് ഹോസ്റ്റൽ സെക്യൂരിറ്റിയുടെ 10 മീറ്റർ അകലെ നിൽക്കുന്ന റിസർച്ച് ഹോസ്റ്റലിൽ താങ്കൾ റിസർച്ച് ഹോസ്റ്റലിന്റെ പുറത്ത് നിൽക്കുമ്പോൾ താങ്കളെ ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു അല്ലേ? കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു? അല്ല സാർ, എൻ്റെ കഴുത്തിന് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഒരാൾ എൻ്റെ കഴുത്തിന് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈ, അതെ, അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ ഇവിടെ ഈ കൈ ക്യാമറ കാണാമെന്ന് അറിയില്ല, ഈ അദ്ദേഹത്തിൻ്റെ കൈയുടെ ഇടയിൽ വെച്ച് എന്നെ ഇറക്കി, എൻ്റെ കഴുത്തിൽ ഇറക്കിയിട്ടാണ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്നെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. കുറേ ദൂരം എന്നെ അങ്ങനെയാണ് ഇവർ അതിനുശേഷം ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അതെ, MA വിദ്യാർത്ഥിയായ താങ്കളെ റിസർച്ചേഴ്സ് PhDയും ഇപ്പോൾ MPhil ഇല്ലാത്തതോട് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 121 മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. താങ്കൾ വന്ന അപ്പോൾ ആ സമയത്ത് താങ്കളുടെ സുഹൃത്ത് താങ്കളുടെ കൂടെ ഉണ്ടോ? ഇല്ല. ആ സുഹൃത്ത് എവിടെ പോയി? എൻ്റെ സുഹൃത്തിനെ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. സുഹൃത്തിനെ അവിടെ അവർ നിർത്തിയിരിക്കുകയായിരുന്നു. സുഹൃത്ത് വണ്ടിയോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ വരുന്ന സമയത്ത് SFI പ്രവർത്തകർ നടന്നു വരുന്ന സമയത്ത് അജിന്ത് അജയ് എന്ന് പറയുന്ന ആൾ പറയുകയും ഇവനെ എടുത്ത് തൂക്കി ഹോസ്റ്റലിൽ കയറ്റുമെന്ന് പറയുകയും അങ്ങനെ എന്നെ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ഹോസ്റ്റലിനകത്തോട്ട് പോകുന്നു. ആ പോകുന്ന സമയത്താണ് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു അകത്തോട്ട് കയറി പോകുന്ന സൈഡിലൊരു കമ്പിയുണ്ട്. ആ കമ്പിയിൽ ബലമായി പിടിച്ചിരുന്നു. അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിക്കുകയുണ്ടായി. പിടിച്ച സമയത്ത് 2 കൈയും കൊണ്ട് എൻ്റെ കഴുത്തിന് ഞെരിച്ച് കഴുത്തിന് എന്നെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയെടുക്കുകയും പിന്നെ ഒരാൾ കൂടെ വന്നു, മറ്റൊരു കുട്ടി കൂടെ വന്ന് എൻ്റെ ബലമായിട്ട് എൻ്റെ വയറിൻ്റെ ഈ ഭാഗത്ത് വലിച്ച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് 121 മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. താങ്കളുടെ ബൈക്ക് അന്നേരം എവിടെയായിരുന്നത് സാൻ ജോസ്? ഞങ്ങളുടെ ബൈക്ക് ഇരുന്നത് ആ ഹോസ്റ്റൽ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ഹോസ്റ്റലിൻ്റെ തുടക്കത്തിലാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് കഴിഞ്ഞ ഉടനെ വരുന്ന ആ ഒരു ഭാഗത്താണ് ഈ ബൈക്ക് ഇരുന്നത്. അവിടെ നിന്ന് ഹോസ്റ്റൽ മുറി വരെ താങ്കൾ എങ്ങനെ എത്തി? ഹോസ്റ്റലിന് മുമ്പ് വരെ? അവിടെ നിന്ന് ഹോസ്റ്റലിൻ്റെ മുമ്പിലോട്ട് ഇവരെന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിദ്യാർത്ഥി എന്നെ കഴുത്തിന് പിടിച്ച് തൂക്കിക്കൊണ്ടുപോവുകയാണ്. പിന്നെ എന്നെ വലിച്ചഴച്ചാണ് അതിനകത്ത്. ഗ്രൗണ്ടിലാണോ ഇരുന്നത് ആ ഷട്ടിൽ കളിക്കുന്ന സ്ഥലത്ത്? അല്ലല്ല, ഇപ്പുറത്തെ അതല്ല സാർ, നമ്മുടെ ഇപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതായത് നമ്മളെ ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അവിടെ നിന്ന് പിന്നീട് താങ്കൾക്ക് മർദ്ദനമേൽക്കുന്നു. അതിനുശേഷം പോലീസിനെ വിളിക്കുന്നു, പോലീസ് എത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്നു. ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാനിത് ഇത്രയും വിശദമായി ചോദിച്ചത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ്. നമുക്കൊപ്പം സണ്ണി ജോസഫ് MLA ഉണ്ട്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉണ്ട്, K ഗണേഷ് ഉണ്ട്. അത് ഞാൻ KS അരുൺകുമാറിലേക്ക്. KS അരുൺകുമാർ, ഇതാണ് കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചത്.
MA മലയാളത്തിന് 2ാം സെമസ്റ്റർ പഠിക്കുന്ന അതേ ക്യാമ്പസിൽ തന്നെ കേരള സ്റ്റഡീസ് എന്ന മലയാളം MAക്ക് ഈക്വലൻസി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒരു PG കോഴ്സ് പഠിച്ചു കഴിഞ്ഞ സെൻറ് ജോസ് എന്ന വിദ്യാർത്ഥിയെ സെക്യൂരിറ്റി വിങ്ങിന് 10 മീറ്റർ പോലും അകലമില്ലാത്ത അതും സെക്യൂരിറ്റി ആ സമയത്ത് സദാ സെക്യൂരിറ്റിയിലുള്ള സെക്യൂരിറ്റി ക്യാബിന് പിറകിലുള്ള ഈ റിസർച്ച് ഹോസ്റ്റലിനുള്ളിലേക്ക് കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സഞ്ജു പറഞ്ഞത്. ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാനിടയാക്കിയ സാഹചര്യങ്ങളുടെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചതുകൊണ്ടൊന്നും SFI പഠിച്ചില്ല എന്നാണോ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്? അതല്ല ഇതും KSUവിൻ്റെ മറ്റൊരു നാടകമാണോ? ഇപ്പോൾ ബഹുമാനപ്പെട്ട KSUവിൻ്റെ നേതാവ് സാൻ ജോസ് തന്നെ ഇവിടെ പറഞ്ഞു, ആ ക്യാമ്പസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ പുറത്തുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം അങ്ങ് വീണ്ടും ചോദിച്ചു, ആ ക്യാമ്പസായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അവിടെ പഠിച്ച ആളാണോ, മുൻപ് പഠിച്ചതാണോ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ജോബിൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്തരത്തിലൊരു വ്യക്തിയെ കൊണ്ട് അർദ്ധരാത്രി ക്യാമ്പസിനുള്ളിലേക്ക് പോകുന്നു. അത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്നത് എതിർക്കപ്പെടുന്നു. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഒരു ബന്ധവും ആ ക്യാമ്പസുമായിട്ട് ഇല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ഗുണ്ടാ തലവനെ കൊണ്ട് ആ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായ ചോദ്യം ചെയ്യലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വാക്കുതർക്കമാണ് ഉണ്ടായത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ തന്നെ അതിന് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം കേസും കൗണ്ടർ കേസുമായിട്ട് ഏകദേശം 5 കേസോളം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ജെനിസിസ് ഓഫ് ദി ഇൻസിഡന്റ് ആ ക്യാമ്പസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗുണ്ടയം കൊണ്ട് KSUവിന്റെ നേതാവ് അങ്ങ് പറഞ്ഞു, 2ാമത്തെ MA ചെയ്യുന്ന അവിടുത്തെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല, കൊണ്ടുപോയി ഉണ്ടായിട്ട ഒരു സാഹചര്യമാണ്. ആ ജെനിസിസ് ഓഫ് ദി ഇൻസിഡന്റ് മറന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ചർച്ച നടക്കുകയാണ്. അത് MLA-മാരടക്കം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, കല്ലെറിയുന്നു, പോലീസിനെ ആക്രമിച്ചതിന് പ്രത്യേക കേസെടുക്കുന്നു, തിരിച്ചും മറിച്ചും എല്ലാം കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സംഭവ വികാസങ്ങളുടെ തുടക്കം മനസ്സിലാക്കുക. ഒരു ക്യാമ്പസിലേക്ക് അവിടെ പഠിക്കാത്ത ഒരാൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദ്യം ചെയ്യും, എന്താണ് അരുൺ പറഞ്ഞതുപോലെ ഇത് ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത് സാൻജോസ്? അതേ സാൻജോസിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഏകദേശം ഏത് സമയത്താണ്? സാർ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ് 9:15 ആ സമയത്താണ് പോകുന്നത്. ഓക്കെ, ഈ ബൈക്ക് സാൻജോസിന്റെ ആണോ കൂടെ വന്നയാളുടെ ആണോ? കൂടെ വന്ന സുഹൃത്തിന്റെ. അയാളുടെ പേരെന്താണ് സഞ്ജോസ്? ജോബിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ജോബിൻസ് എന്താ ചെയ്യുന്നത്? ലോ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ ഒരു ലോ അക്കാഡമിയിൽ ആയിരുന്നു, അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. അദ്ദേഹം SFI പ്രവർത്തകനുമായിരുന്നു. പിന്നെ ഇദ്ദേഹം ഗുണ്ട എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സാൻജോസിന്റെ കൂടെ വന്ന ഈ ജോബിൻസിന്റെ ബൈക്കിലാണ് സാൻജോസ് അവിടെ വരുന്നത്. ക്യാമ്പസിലെ ഈ സെക്യൂരിറ്റി വിങ് മറികടന്ന് ക്യാമ്പസിനുള്ളിലേക്ക് വന്നു. അപ്പോൾ താങ്കളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ജോബിൻസ് വന്നത് അല്ലേ സാൻജോസ്? അതെ സാർ, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സെക്യൂരിറ്റി വിങ്ങിന്റെ മുന്നിൽ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ പോരായിരുന്നോ ജോബിൻസിന്? സെക്യൂരിറ്റി കടന്ന് ആ ചെക്ക് പോസ്റ്റ് കടന്ന് എന്തിനാണ് ജോബിൻസ് പോയത്, ജോബിൻസിന്റെ ബൈക്ക് പോയത്? സാർ ആ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടക്കാൻ ഒത്തിരിയേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, എനിക്കെതിരെ ഇവർ മുൻപും, അതായത് എന്നെ ഇവർ കോളേജിന് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ഒരു വിദ്യാർത്ഥിയുമായി രാത്രി 9 മണിക്ക് സെക്യൂരിറ്റി വിങ്ങിലെ ചെക്ക് പോസ്റ്റ് മറികടന്ന് ട്രസ്പാസ് ചെയ്ത് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു. അയാൾ ഒരു ഗുണ്ടയാണെന്ന് അരുൺ പറയുന്നു, പക്ഷേ താങ്കൾ പറയുന്നത് ഗുണ്ടയല്ല, പഴയ SFI പ്രവർത്തകനാണ് എന്ന് പറയുന്നു. അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ സാൻജോസിന്റെ കൂടെ വന്ന ഈ ജോബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക്? അദ്ദേഹത്തിന് ഗുണ്ടാ പശ്ചാത്തലമൊന്നുമില്ല സാർ. അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കണം എന്ന് താങ്കൾ അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ഗുണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കേസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. കാരണം ഗുണ്ടയാവുന്നതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ടല്ലോ സാർ. ഒരു കേസ് പോലും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സഞ്ജോസിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചത്. സണ്ണി ജോസഫ്, താങ്കൾക്ക് ഈ കഥ ഇത്രയും കേട്ടപ്പോൾ ഇന്ന് സഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടാവുന്ന തരത്തിലേക്ക് ഒരു വലിയ വിഷയത്തിൻ്റെ തുടക്കമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്യാമ്പസിന് പുറത്തു നിന്നുള്ളൊരു വിദ്യാർത്ഥിയുമായി എത്തുന്ന ഈ സാൻജോസിനെ അവിടുത്തെ SFI പ്രവർത്തകർ തർക്കത്തിലേർപ്പെടുകയും പിന്നീട് മർദ്ദിക്കുകയുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പ്രവൃത്തിയെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ സണ്ണി ജോസഫ്, സെൻറ് ജോസിൻ്റെ പ്രവൃത്തിയെ? ഏതായാലും സാൻജോസ് നമ്മളുടെ മുൻപിൽ
റിപ്പോർട്ടർ ചാനലിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് നടന്നതെന്ന് പറയാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അത്രയും ഭാഗ്യം. എന്താണ് സിദ്ധാർത്ഥന് സംഭവിച്ചത്? എന്താ സമാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇവിടെ എൻ്റെ സ്നേഹിതൻ അരുൺകുമാർ പറയുന്നത് കേട്ടാൽ രാത്രി 9 മണിക്ക് മറ്റൊരു സുഹൃത്തിൻ്റെ, അതും വിദ്യാർത്ഥിയായ ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ ഒരു MA വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പാതകമായിപ്പോയി. കൊലപാതകം ശിക്ഷ വിധിക്കേണ്ട ഒരു വലിയ തെറ്റായിപ്പോയി. കേരളത്തിലെ കലാലയങ്ങളിലൊക്കെ അല്ലേ നടക്കുന്നത്. അതിനാണ് ഈ ശിക്ഷ കൊടുത്തത്. വളരെ വ്യക്തമാണല്ലോ. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി സംഭവത്തെക്കുറിച്ചേ പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലാക്കണം, അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിൻ്റെ മെറിറ്റിലേക്ക് മുഖ്യമന്ത്രിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കടന്നാൽ പൊളിയും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം ഈ കുറ്റകൃത്യങ്ങളെ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പം CPM പ്രതിനിധിയും ന്യായീകരിക്കാൻ നിർബന്ധിതനാവുകയാണ്. അതിനാണ് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? പാതിരാത്രിക്ക്. അപ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് വാട്ട് വാസ് ദ ടൈം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 9-9:15 ഇതിൽ പരിക്ക് പറ്റിയ ആൾ പരാതിക്കാരൻ പറയുന്നു. 9-9:15 ഒരു വലിയ കോളേജിനെ സംബന്ധിച്ച് വലിയൊരു അൺടൈമാണ്. ഒരു കലാലയത്തിൽ ഒരു PG വിദ്യാർത്ഥി ഒരു സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങി ആ ബൈക്ക് എവിടം വരെ പോവുമോ അവിടം വരെ ആ ബൈക്കിൽ വന്നിറങ്ങിയത് അത്ര വലിയൊരു അപരാധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അത് വലിയ തെറ്റാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒന്ന് അരുൺകുമാറിലേക്ക് പോയിട്ട് വരാം. താങ്കൾ ചോദിച്ച ഈ ചോദ്യം തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചും പറഞ്ഞു പോകാം. അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇന്നതിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് കേരളം ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ സാൻജോസിനെ ക്ഷണിച്ചതും താങ്കളെ അടക്കമുള്ളവരെ നമ്മൾ ചർച്ചയ്ക്ക് അതിഥികളായി എത്തിച്ചതും. KS അരുൺകുമാർ, സണ്ണി ജോസഫ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ലേ? രാത്രി 9:15 കാര്യവട്ടം പോലെ ഒരു ക്യാമ്പസ്, അർദ്ധരാത്രിയിൽ തന്നെ ഉണർന്നിരിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് പുറത്തുനിന്ന് സുഹൃത്തുമായി സൻജോസ് ഒരു ബൈക്കിലെത്തിയാൽ ഇങ്ങനെയാണോ ക്യാമ്പസിലെ SFI പ്രവർത്തകർ ട്രീറ്റ് ചെയ്യേണ്ടത്? അതിന് ശിക്ഷ വിധിക്കാൻ ഈ SFI പ്രവർത്തകർ ആരാണ്? അല്ല, താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് അതിൽ ഉത്തരമുണ്ട്. താങ്കൾ ചോദിച്ചല്ലോ സെക്യൂരിറ്റി ക്യാബിൻ കടന്നിട്ടാണോ ഈ ബൈക്ക് പോയതെന്നൊക്കെ താങ്കൾ ചോദിച്ചു. ഏതെങ്കിലും ഡ്രോപ്പ് ചെയ്യാനാണെങ്കിൽ ആ ക്യാമ്പസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടിയുടെ ബൈക്ക് ഹയർ ചെയ്തുകൊണ്ട് വരാം. ആ സെക്യൂരിറ്റി ക്യാബിന്റെ അവിടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. ആ സെക്യൂരിറ്റി ക്യാബിൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ക്യാബിനിൽ യാതൊരു തരത്തിലും ഒരു അനുവാദം മേടിക്കാതെ ഉള്ളിലേക്ക് പോകുന്നു. ആ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഏറ്റവും അകത്ത് ചെല്ലുമ്പോൾ മറ്റു കുട്ടികൾ ചോദിക്കുന്നു ഇത് ആരാണെന്ന് ചോദിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, ഇപ്പൊ 9:15 എന്നുള്ള സമയം പറയുന്നത് ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാൻജോസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ 5 FIR ഉണ്ട്. ആ FIR-ലെല്ലാം സമയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 11 മണിക്ക് ശേഷമാണ്. ചില സംഭവങ്ങൾ വളരെ പുലർച്ചെയാണ്. അത്തരത്തിലുള്ള സംഭവമാണ് ക്യാമ്പസിൽ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ രാത്രി 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. അപ്പൊ 9:15 അല്ലല്ലോ. ഒരു സെക്കൻഡ്, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് തന്നെ 9:15 പ്രതീതി പറയുന്നത്. ഒരു സെക്കൻഡ് വിതിൻ 1 സെക്കൻഡ്. ഈ 10:15 ഈ മറ്റേ ഇപ്പൊ ഈ ആക്രമിച്ച കുട്ടികൾ ദേവർ അലൈവ്, ദേവർ ആക്റ്റീവ് അല്ല. അവർ ഉറങ്ങിയിട്ടില്ല, അവർ പഠിക്കായിരുന്നില്ല, അവരിങ്ങനെ കാത്തിരിക്കായിരുന്നു. 10:15 മണിക്കാണെന്ന് അഡ്മിറ്റ് ചെയ്താൽ തന്നെ, ആർഗ്യുമെൻ്റ് സേക്ക് അഡ്മിറ്റ് ചെയ്താൽ തന്നെ അവർക്കിത് കാത്തിരിക്കാം. 10:15 ഒരു വലിയ, അവരെ സംബന്ധിച്ച് അതൊരു അല്ല. സണ്ണി ജോസഫ് അതൊരു റിസർച്ച് ഹോസ്റ്റലാണ്. അവിടെ റിസർച്ച് ഹോസ്റ്റലിൽ ആ രീതിയിൽ ഒരു ട്യൂട്ടറൊന്നുമില്ല. മാത്രമല്ല റിസർച്ച് ഹോസ്റ്റലിൽ അവർ രാത്രികളിലാണ് സയൻസ് അടക്കമുള്ള വിദ്യാർത്ഥികൾ അവർ അർദ്ധരാത്രികളിലൊക്കെ ഉണർന്നിരിക്കുന്നതാണ്. നമുക്കറിയാലോ കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് ഹോസ്റ്റൽ. ഞാൻ അവിടെ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് അതിന്റെ ഭൂപ്രകൃതി പറഞ്ഞത്. സണ്ണി ജോസഫ്, ആ കാര്യത്തിൽ എനിക്ക് ഈ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല കേട്ടോ. അവിടെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ അതിന്റെ സാഹചര്യം എന്തായാലും അന്വേഷിക്കുകയായിരുന്നു. സണ്ണി ജോസഫ് ചോദിച്ചതുപോലെ 10:15 അങ്ങനെ സുഹൃത്തുമായിട്ട് ചെക്ക് പോസ്റ്റ് കടന്നു വന്നാൽ മർദ്ദിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം അവിടെയുണ്ട്. വലിയ പാതകമാണോ അത്? അല്ല, നമ്മൾ പറഞ്ഞല്ലോ അപരിചിതനായിട്ടുള്ള കുട്ടി മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്താലൊന്നും അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. ഞാൻ പറയട്ടെ, അല്ല അദ്ദേഹത്തോട് തന്നെ ചോദ്യം ചോദിക്കും. ഇല്ലില്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയാം. അദ്ദേഹം ഇടപെട്ടപ്പോൾ ഞാൻ ഒന്നും പോയതാണ്. ഒരു നിമിഷം വഴങ്ങണം. അങ്ങ് തുടർന്നോളൂ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അതായത് ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി അവിടെ ആ ക്യാമ്പസുമായിട്ട് ബന്ധമില്ലെങ്കിലും അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് വലിയ പാതകമോ തെറ്റൊന്നുമല്ല. ഇത് ക്യാമ്പസിന്റെ ഫ്രണ്ടിലോ സെക്യൂരിറ്റി ബോക്സിലോ അല്ല ഡ്രോപ്പ് ചെയ്തത്.
ഡ്രോപ്പ് ചെയ്യാതെ തന്നെ ഈ വാഹനം, അതായത് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥിയുടെ വാഹനം ക്യാമ്പസിലെ സെക്യൂരിറ്റി ബോക്സിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ക്യാമ്പസിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ഇത് ആരെന്ന് ചോദിക്കുമ്പോൾ, ഏതാണ് ഈ അപരിചിതൻ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്കുതർക്കമാണ്. ആ വാക്കുതർക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ആണ് മൊത്തം. അപ്പൊ ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്യാമ്പസിൽ നടക്കാൻ പറ്റാത്ത സംഭവം KSUവിന്റെ നേതാവ്, പ്രത്യേകിച്ച് 2 MA ഒക്കെയുള്ള ഒരുപാട് വർഷം അവിടെ പഠിച്ച് പരിചയമുള്ള ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ആദ്യ സംഭവങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിയമസഭയിലടക്കം ഈ വിഷയം അവതരിപ്പിച്ച് വലിയ SFI ക്യാമ്പസുകളിലെല്ലാം കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് എന്ന് വരുത്തുന്ന ഇടപെടലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. മറുപടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇങ്ങനെ കലാപകലുഷിതമായി നെറികേടിന്റെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ ഗുണ്ടാപ്പട എന്നാണ്. അത് അരുണെ, പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ബിനോയ് വിശ്വം ആരാ? CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? SFIയുടെ പെരുമാറ്റം പ്രാകൃത സംസ്കാരം. SFI LDFന് ഇടതുപക്ഷത്തിന് ബാധ്യതയാണ്. ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കും, ശബ്ദം ഉയർത്തും. മുഖ്യമന്ത്രി ഇപ്പോൾ അരുൺകുമാർ ന്യായീകരിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോൾ ഇനി ഈ ചോദ്യത്തിനും അദ്ദേഹം നേരത്തെ പറഞ്ഞെന്താണ്? ഇതൊരു ക്രോസ് വിസ്താരാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അദ്ദേഹം പറഞ്ഞെന്താണ്? ജെനിസിസ് അന്വേഷിക്കാം. ഈ ജെനിസിസിൻ്റെ വലിയ അപാകത എന്താ? അങ്ങനെ ഒരു വലിയ സെക്യൂരിറ്റി റേഞ്ചിലേക്ക് വിമാനത്താവളത്തിൽ പോകുന്ന പോലെ, അങ്ങനെ പോയതാണെങ്കിൽ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതുപോലെ, അങ്ങനെ ഒരു സെക്യൂരിറ്റി ഏരിയയിലാണെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാൻ സെക്യൂരിറ്റിക്കാരുണ്ടാവില്ലേ? വേർ ആർ യു ഗോയിങ്? ഏതാ ഈ ബൈക്ക്? എന്താ പ്രവേശനത്തിൻ്റെ കാര്യം? അവിടെ ആരും തടഞ്ഞില്ലല്ലോ. സഫൈക്കാർക്ക് അതിൻ്റെ ജോലിയിൽ ലഭിച്ചിട്ടുണ്ടോ? അതാണ് സിദ്ധാർത്ഥൻ്റെ കേസിൽ പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞത്. അവിടെ SFIക്കാർ നിയമം കയ്യിലെടുക്കുന്നു. അവരുടെ പ്രത്യേക നിയമവാഴ്ചയാണ്. രാജ്യത്തിൻ്റെ നിയമത്തിന് യാതൊരു പ്രസക്തിയുമില്ല, മുണ്ടാവാഴ്ചയാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ ക്രിമിനലുകൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒത്താശയിലാണ്. യു ആർ പേട്രണൈസിങ്. നിങ്ങൾ ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദികളെന്ന് പ്രതിപക്ഷ നേതാവ്. ഞാൻ സാൻജോസിലേക്ക് ഒരിക്കൽ കൂടി പോട്ടെ. താങ്കൾ ചോദിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാൻജോസ്, ഇപ്പോൾ സണ്ണി ജോസഫ് MLAയും നേരത്തെ അരുൺകുമാറിന് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. 10:15 10:20 കൂടി ക്യാമ്പസിൽ എത്തുമ്പോൾ എന്തു പറഞ്ഞാണ് സാൻജോസിനെ ഈ പ്രവർത്തകർ മർദ്ദിക്കുന്നത്? മർദ്ദിച്ചവരെ താങ്കൾക്കറിയാമല്ലോ അല്ലേ? അതെ സാർ, ഞങ്ങൾ എത്തിയതിന് ശേഷം, അതായത് ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷം എന്നെ സെൻട്രൽ സർക്കിളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ പുള്ളി പോവുകയാണ്. പോകുന്ന സമയത്ത് സെൻട്രൽ സർക്കിളിൽ തന്നെ SFI നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരവിടെ വിളിച്ച് പറഞ്ഞു, ആരെയോ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഒരുത്തൻ ബുള്ളറ്റിൽ വരുന്നുണ്ട്, അവൻ അവിടെ തടയണം എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന സമയത്ത് സാൻജോസ് കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് ഗേറ്റ് കടന്ന് സെൻട്രൽ സർക്കിൾ വരെ ക്യാമ്പസിൽ പഠിക്കാത്ത വിദ്യാർത്ഥിയുടെ ബുള്ളറ്റിൽ പോയി രാത്രി 10:20 അല്ലേ? താങ്കൾ ഇപ്പോൾ പറയുന്നത് സെൻട്രൽ സർക്കിൾ വരെ എത്തി ഈ സുഹൃത്ത് എന്നാണ്. അതെ. അപ്പൊ അതൊരു വീഴ്ചയല്ലേ? സെൻട്രൽ സർക്കിളിലാണ്. സെൻട്രൽ സർക്കിൾ എന്ന് പറയുന്നത് നിലവിലുള്ള സെക്യൂരിറ്റി ഗേറ്റും കടന്ന് ഏകദേശം 300 മീറ്ററോളം ഉണ്ട് ഈ സെൻട്രൽ ഗേറ്റിലേക്ക് എത്താൻ. സെൻട്രൽ ഗേറ്റിൽ രാത്രി 10:20 ഒരു പുറത്തു നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. സാർ, അവിടെ എന്നെ കൊണ്ടാക്കാൻ വരുന്ന ആ വിദ്യാർത്ഥി അവിടെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് അങ്ങനെ തടയേണ്ടത് അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയുടെ വീഴ്ചയാണ്. ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ പറയണം പോകാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അദ്ദേഹം ഇവിടെ പോകണമെന്ന് ചോദിച്ചു, സെൻട്രൽ സർക്കിൾ വരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു, പോയിട്ട് വരൂ എന്ന് കാണിച്ചു. ശേഷം ഈ അങ്ങനെയായിരുന്നെങ്കിൽ അവരെ തടയാൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജെബിൻ അല്ലേ? ആ വിദ്യാർത്ഥി തിരിച്ച് സെക്യൂരിറ്റി വിങ്ങിന്റെ അവിടേക്ക് വരുന്നു. ജോബിസ് അവിടേക്ക് എത്തുന്നു അല്ലേ? അതെ. അപ്പൊ താങ്കളുണ്ടോ ആ ജോബിന്റെ വണ്ടിയുടെ പിന്നിൽ? ഞാനില്ല, ഞാൻ സെൻട്രൽ സർക്കിളിൽ നിൽക്കുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ജോബിസ് അങ്ങ് പോയി. ഇദ്ദേഹം അങ്ങ് പോയി, എന്നെ കൊണ്ടിറക്കിയിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഓക്കെ, സെക്യൂരിറ്റി വിങ്ങും കടന്നുപോയി. ഇല്ല സാർ, സെക്യൂരിറ്റി വിങ്ങിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഗ്രൗണ്ടിന്റെ ഭാഗത്തൂടെ അദ്ദേഹം ബാക്ക് ഗേറ്റ് വഴി പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവർ തടയുന്നത്. അല്ല, താങ്കളെ സെൻട്രൽ സർക്കിളിൽ ഇറക്കി കഴിഞ്ഞിട്ട് ബുള്ളറ്റിൽ ഈ സെബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടേക്ക് പോകുന്നു.
ജോബിസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സെക്യൂരിറ്റി വിങ്ങിലേക്ക് പോകുന്നു. സെക്യൂരിറ്റി വിങ്ങിൽ കടന്നു പോകാമല്ലോ, സ്വാഭാവികം. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകല്ലേ, അദ്ദേഹം താങ്കളെ വിട്ടിട്ട് പോവല്ലേ ചെയ്തത്, വീട്ടിലേക്ക് പോവല്ലേ ചെയ്തത്? അതെ, വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. അതെ. ആ, അപ്പോൾ ഈ ജോബിൻസൺ വീട്ടിൽ പോകാൻ പോയി, പിന്നെ ജോബിൻസൺ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ജോബിൻസൺ അങ്ങ് വീട്ടിൽ പോയാൽ പോരെ? പിന്നെ എന്തിനാണ് ജോബിൻസൺ ആ ക്യാമ്പസിൽ നിന്നത്? താങ്കളെ വിട്ടിട്ട് പോയി, താങ്കളില്ല പോയാൽ മതി. അവിടെ നിന്നിട്ടില്ലല്ലോ സാർ. അത് താങ്കളെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ജോബിൻസൺ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഒരു ബൈക്കിൽ വന്ന് തടഞ്ഞു നിർത്തുകയാണ്. എന്താ സാർ, കേട്ടില്ല? അല്ല, താങ്കളെ സെൻട്രൽ സർക്കിളിൽ ഇറക്കിയതിന് ശേഷം ജോബിൻസ് പോവുകയല്ലേ ചെയ്തത്? അതെ അതെ. അപ്പോൾ താങ്കൾ ഈ ജോബിൻസിന്റെ ബൈക്കിന് പിന്നിലില്ലല്ലോ. ഞാൻ ബൈക്കിന് പിന്നിലില്ല. അപ്പൊ ജോബിൻസൺ അങ്ങ് വീട്ടിൽ പോയാൽ പോരെ? സാർ, വീട്ടിൽ പോകുന്ന വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയല്ലേ? വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ താങ്കളെ അല്ല തടഞ്ഞു നിർത്തുന്നത്, ഈ ജോബിൻസ് എന്ന് പറയുന്ന ക്യാമ്പസിൽ ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് SFI തടഞ്ഞു നിർത്തുന്നത്. സെക്യൂരിറ്റിക്കാർക്ക് പകരം ആ പണി കൂടി SFIക്കാർ എടുക്കുന്നു അല്ലേ? അതെ, തിരിച്ചു പോകുന്ന സമയത്ത്. ഓക്കെ, ഇത് SFI എടുക്കുന്നു. അതെ, ഇത് അറിഞ്ഞാണ് സാൻജോസ് അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ? അതെ സാർ, ഇത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, എൻ്റെ വണ്ടിയുടെ താക്കോല് പിടിച്ചു വാങ്ങിച്ചു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് ഞാൻ വരാം, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റിയുടെ പണി എടുക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് അവിടുത്തെ SFI പ്രവർത്തകർക്കുള്ളത്? അരുൺ, മിസ്റ്റർ അരുൺകുമാർ, ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ ഇൻസിഡന്റിലുള്ള KSUവിന്റെ നേതാവിനെ നിങ്ങൾ വിളിച്ചിരുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ക്യാമ്പസിലെ ഏതെങ്കിലും മറ്റൊരു വിദ്യാർത്ഥിയെ, SFIയുടെ ഒരു വിദ്യാർത്ഥിയും കൂടി ഇരുത്തിയിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള സത്യം പുറത്തു വന്നേനെ. ഈ ചർച്ച തുടങ്ങുമ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല, 9:15 നിന്ന് അത് 10:30 ആ സംഭവം വന്നതെല്ലാം മാറി. അപ്പൊ ഏകപക്ഷീയമായിട്ടാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ആ സംഭവത്തിൽ ഉൾപ്പെട്ടയാളാണ്, ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്, അവിടെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പൊ നിയമസഭയിൽ അടക്കമുള്ള വിഷയം മറ്റെന്ത് പൊളിറ്റിക്കൽ വിഷയത്തിലും ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഏകപക്ഷീയമായി ഈ ചർച്ചയെ വളച്ചൊടിക്കാൻ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് ക്ലിയർ ആണ്. ക്യാമ്പസിന്റെ അകത്തേക്ക് ആ ക്യാമ്പസിൽ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ രാത്രി 10:30 വന്ന് തമ്പടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായും ആ ക്യാമ്പസിലെ കുട്ടികൾ ചോദ്യം ചെയ്യും, ആരാണ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കിട്ടുന്ന മറുപടിയും പ്രതികരണവും മോശമായതിന്റെ ഭാഗമായി അവിടെ വേർഡ്ലി അൾട്രക്കേഷൻ ഉണ്ടായി, വാക്കുതർക്കം ഉണ്ടായി. അത് തന്നെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപരിചിതനായ ഒരു വിദ്യാർത്ഥിയും കൊണ്ട് ക്യാമ്പസിലേക്ക് വരുന്ന സെന്റ് ആണോ? അങ്ങനെ ഒരു ചർച്ച സ്വാഭാവികമായിട്ടും ഒരു സംശയം രൂപപ്പെടാം. നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ, അതുകൊണ്ടല്ലേ അരുൺകുമാർ ഞാനും താങ്കളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇതാരെങ്കിലും വിശ്വസിക്കും? ഇപ്പം എന്താണ് സാൻജോസ് പറഞ്ഞത്? എന്താണ് സെക്യൂരിറ്റിക്കാർ പോകാൻ പെർമിഷൻ കൊടുത്തു, സാൻജോസിനെ ഡ്രോപ്പ് ചെയ്തു. ഈ വന്ന ജോബിഷ് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോഴേക്കും അവനെ വിടരുതെന്ന് SFIയുടെ ഫോൺ പോകുന്നു, അവനെ തടയുന്നു. ആ തടഞ്ഞു നിർത്തപ്പെട്ട വ്യക്തിയുടെ ബൈക്കിൻ്റെ താക്കോലെടുത്ത് പോകുന്നു. അപ്പോൾ ഈ കൂട്ടുകാരനെ വിളിക്കുന്നു. മനസ്സിലായോ? ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മർദ്ദിക്കുന്നു. ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പൊ ഡിഫൻസിലായിരിക്കുന്ന യഥാർത്ഥത്തിൽ സഞ്ജോസും കൂട്ടരുമാണല്ലോ. കാരണം അദ്ദേഹം ക്യാമ്പസിനുള്ളിലേക്ക് ഒരു അപരിചിതരായ വിദ്യാർത്ഥിയെ കൊണ്ട് വരാൻ പാടില്ല. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സെക്യൂരിറ്റി അത് തടയണമായിരുന്നു, തടഞ്ഞില്ല. തിരിച്ചു പോകുമ്പോൾ ആദ്യം തടഞ്ഞത് ഈ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയെ ഒരു കാര്യം ചെയ്യാം, രണ്ടരുണിനോടും ഞങ്ങൾ അത്രയും കുറ്റം സമ്മതിച്ചേക്കാം. വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. കാരണം ഒന്ന്, ഈ വിദ്യാർത്ഥി തുടർച്ചയായിട്ട് അവിടെ ആ ക്യാമ്പസിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, ആ ക്യാമ്പസിനെ കുറിച്ച് അറിയാവുന്ന വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ സാൻജോസിനെ സെക്യൂരിറ്റിയുടെ അവിടെ നിർത്തി ആ വിദ്യാർത്ഥി മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നൊരു സ്വാഭാവിക ചോദ്യം മാത്രമാണ് സണ്ണി ജോസഫ്. അതിന്റെ അർത്ഥം സെക്യൂരിറ്റിക്കാരുടെ പണിയെടുക്കാൻ SFI അധികാരമുണ്ടെന്നല്ല. സാൻജോസ് ആ കോളേജ് പഠിക്കാതിരുന്നെങ്കിൽ, അദ്ദേഹം വന്ന് പോകാതിരുന്നെങ്കിൽ, അന്ന് വീട്ടിലേക്കാ പോയിരുന്നെങ്കിൽ, അദ്ദേഹം ജനിക്കാതിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതാ റീസണിങ്.
അരുൺ മറുപടി ഇതാണോ പൂക്കോടും സംഭവിച്ചത്? അവിടെ അധികാരികൾ ചെയ്യേണ്ട ജോലി, സെക്യൂരിറ്റി ചെയ്യേണ്ട ജോലി, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ട ജോലി SFI എടുത്തതുകൊണ്ടാണല്ലോ അന്നൊരു ആൾക്കൂട്ട വിചാരണ അവിടെ നടന്നത്. ആ വിചാരണയുടെ ഭാഗമായിട്ടാണല്ലോ സിദ്ധാർത്ഥൻ മരിച്ചത്. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം ആ അർത്ഥത്തിൽ SFI പ്രതിനിധികൾ ഉൾപ്പെടുന്ന, ഭാരവാഹികൾ ഉൾപ്പെടുന്ന ആളുകളുടെ മേൽ വന്നത് ആ ഘട്ടത്തിലാണ്. അതുപോലെ ഒരു സാഹചര്യമല്ലേ ഇവിടെയും? മിസ്റ്റർ അരുൺ, ഈ 35 മിനിറ്റ് ചർച്ചയിൽ നിന്ന് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി കാര്യം മനസ്സിലായി. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് സാൻജോസ് എന്ന KSU നേതാവ് വർഷങ്ങളായി അവിടെ പഠിക്കുന്ന, ആ ക്യാമ്പസിൽ നന്നായി പരിചയമുള്ള, ഡബിൾ MA, ട്രിപ്പിൾ MA ഒക്കെ എടുക്കാലോ, ഒരേ വിഷയത്തിന് തന്നെ MA എടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, പുറത്തുനിന്ന് അദ്ദേഹം കൊണ്ടുവന്ന ജോബിൻസൺ എന്ന് പറയുന്ന മറ്റൊരു ക്യാമ്പസിൽ പണ്ടു പഠിച്ച വിദ്യാർത്ഥിയെ അപരിചിതനെ രാത്രി കണ്ട് തടഞ്ഞു നിർത്തി, താൻ ആരാണെന്ന് ചോദിച്ച് ബൈക്ക് തടഞ്ഞു നിർത്തിയപ്പോൾ ആ ഒരു സംഭവമാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നു. ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ? അവിടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്യാൻ അലങ്കാര പ്രവർത്തനങ്ങൾ അടക്കം നടക്കുമ്പോൾ അവരെ പല രൂപത്തിൽ അക്രമം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നപ്പോൾ ചോദ്യം ചെയ്തു. അതാണ് ഈ സംഭവത്തിന്റെ തുടക്കം. കോൺഗ്രസ് നിയമസഭയിൽ അടക്കം ഉയർത്തിയ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയ എല്ലാ കാര്യങ്ങളും, MLA ഹോസ്റ്റലിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ആക്രമണം, അതിന്റെ ഭാഗമായിട്ട് നടന്ന സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും വേണ്ടി നടക്കുന്ന തുടർ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇത് കണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല. ഇവിടെ നിങ്ങൾ വലിയ ആരോപണം ഞങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ ഈ ഹയർ സെക്കൻഡറി ഡയറക്ടർ കേശവേന്ദ്രകുമാറിന്റെ മുഖത്തേക്ക് കരിയോയിൽ ഒഴിച്ച പ്രസ്ഥാനം ഏതാണ്? KSU. അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സിറിയക് തോമസിന്റെ മൂക്കിടിച്ച് പരത്തിയ പ്രസ്ഥാനം ഏതാണ്? KSU. വയനാട്ടിൽ നിങ്ങളുടെ DCC ഓഫീസ് തല്ലി തകർത്ത് ഗാന്ധി ഫോട്ടോയെല്ലാം നിലത്തിട്ട് തകർത്തിട്ട് എല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ആ KSU. AKG സെന്റർ ആക്രമിച്ചതിന്റെ യഥാർത്ഥ പ്രതികളുടെ വിവരങ്ങൾ പുറത്തു വന്നു. DCC പ്രസിഡന്റും അതുപോലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്നവരാണ് രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എത്ര നാൾ ഈ കേസ് പറഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചു? ചെയ്യുന്നുണ്ടോ തുടർച്ചയായിട്ട്? ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ കൊയിലാണ്ടിയിലെ ഗുരുദേവ് കോളേജിലെ സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പലിനെ അടിച്ചത് ദൃശ്യങ്ങളിലും ഒരു SFI പ്രവർത്തകനാണ്. ഇവിടെ KSU പ്രവർത്തകനാണ് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നതെങ്കിൽ കൊയിലാണ്ടിയിൽ സംഭവിച്ചത് പുറത്തുനിന്നുള്ള ഒരു ഏരിയ സെക്രട്ടറി, SFI ഏരിയ സെക്രട്ടറിയാണ് അധ്യാപകനെ മർദ്ദിച്ചത്. അപ്പൊ അക്കാര്യത്തിൽ നിങ്ങൾ പിന്നിലൊന്നുമല്ല അരുൺകുമാർ. അല്ല, തിരിച്ചും ചെവിയുടെ കർണപഥം അടക്കം തകർക്കപ്പെട്ടതും 6 മാസം ഇനി ട്രീറ്റ്മെന്റ് വേണമെന്നും അതുപോലെ തന്നെ കേൾവി ശക്തി പോയതും ചർച്ച ചെയ്യണം. ഇവിടെ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. ആ വിദ്യാർത്ഥിയുടെ കർണപുടത്തിന് സംഭവിച്ച കേടുപാടിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടോളൂ. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം ഈ വിദ്യാർത്ഥി നമ്മളുടെ പ്രതിനിധിക്ക് നൽകിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ കണ്ടോട്ടെ. ഞാൻ നിങ്ങളുടെ ബാക്കി അതിഥികളിലേക്കെല്ലാം എത്താം. കെ ഗണേഷ് കുറച്ചു നേരമായി ഈ ചർച്ചയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെ ഗണേഷ് നേരിട്ട് BJP വിഷയത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടും ഈ വിഷയത്തിൽ അവിടെ ABVP യൂണിറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതുകൊണ്ടും അഥവാ ABVP യൂണിറ്റ് വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങളിൽ പോവാത്തുള്ള അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. പക്ഷേ ഈ പൂക്കോട് നടന്നതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ നടന്നത് എന്നാണോ കെ ഗണേഷും കരുതുന്നത്? പൂക്കോടും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലൊക്കെ നടന്നത് ഇത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFI നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്. അവിടെ അരുൺകുമാർ തന്നെ പറയുന്നുണ്ട് സെക്യൂരിറ്റിയുടെ പണിയെടുക്കേണ്ട ആൾക്കാരല്ല SFIക്കാരെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ കേരള പോലീസിൻ്റെ ജോലിയെടുക്കാൻ, ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയെടുക്കാൻ SFIയെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് കേട്ടു, ഞാൻ ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പണ്ട് നമ്മുടെ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രമുണ്ടല്ലോ, കാരക്കൂട്ടിൽ ദാസൻ. ആ കാരക്കൂട്ടിൽ ദാസനാണ് മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. കാരണം കാരക്കൂട്ടിൽ ദാസന്റെ പ്രവർത്തികൾ നമുക്കറിയാലോ, എന്തൊക്കെയാണ് കാരക്കൂട്ടിൽ ദാസൻ ആ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്. അതുപോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുന്ന സമയത്ത് എനിക്കും കേരളത്തിലെ സമൂഹത്തിനും മനസ്സിലായത് ഇവരൊരു പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ ഇത്തരത്തിലുള്ള ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിലും ഒക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവരെ ചോദ്യം ചെയ്യാനോ ഇവർക്കെതിരെ
പറയാനോ ഒന്നും ഇവർ അനുവദിക്കുകയില്ല. അവിടെ അവരുണ്ടാക്കുന്ന ഒരു ഭരണഘടനയും അവരുണ്ടാക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയും ആണ് അവിടെ പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടിക്കാരന് പറയുന്ന പോലെ പാർട്ടി കോടതിയും പാർട്ടി ജനാധിപത്യവും ഒക്കെ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. മറ്റൊന്നും ഇവർ സമ്മതിക്കാത്ത സാഹചര്യമാണ്. കാരണം ഇവരിത് പാഠം പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിങ്ങനെ പാഠം പഠിക്കേണ്ട എന്ന് തന്നെയാണ്. പാഠം പഠിച്ച് അങ്ങനെ ഇത് തുടർന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങിയത് ഇവരുടെ ഈ അല്ല ചെയ്യാതെ നോക്കേണ്ടത് അവരെ കടമയല്ലേ. ഇന്ന് ASF ഞാൻ നോക്കിയിരുന്നു, ASFന്റെ ഒരു പ്രസ്താവന, ഇവരുടെ സഹോദര സംഘടന തന്നെയല്ലേ ASF. ആ ASFന്റെ പ്രസ്താവന, അതിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയുണ്ട്. SFIക്ക് എതിരാണ്, SFIക്ക് എതിരായിട്ടാണ്, ABVPക്കെതിരെ, MSFനെതിരെ അല്ലെങ്കിൽ മറ്റു ജനയുഗം വിശേഷിപ്പിച്ചത്. ഇന്ന് CPയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് ഇപ്പോഴുള്ളത്, ഇവർ ശൈലി മാറ്റണം എന്നൊക്കെ കടുത്ത വിമർശനങ്ങളുണ്ട്. നമുക്ക് അതിന് അരുൺകുമാറിനോട് മറുപടി ചോദിക്കാം. അതിനു മുമ്പ് ഗണേഷ്, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സാൻജോസിലോട്ട് പോയിട്ട് വരട്ടെ. ഗണേശൻ അനുവാദത്തോടു കൂടി. ഗണേശൻ നേരിട്ട് അധികം സ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ചോദ്യങ്ങൾ ചോദിച്ച് ഗണേശനെ ബുദ്ധിമുട്ടിക്കാത്തത്. സാൻജോസ്, ഒരു പ്രധാനപ്പെട്ട സംശയമുള്ളത്, ഈ പറയുന്ന വിദ്യാർത്ഥി താങ്കളെ കൂട്ടിക്കൊണ്ടുവന്ന ജോബിൻസൺ ആദ്യം പറഞ്ഞത് സഹോദരിയെ കൊണ്ടുവിടാൻ വന്നുവെന്നാണല്ലോ സെക്യൂരിറ്റിയോട് പറഞ്ഞത്. അങ്ങനെ ഒരു മൊഴിയുണ്ടല്ലോ സെക്യൂരിറ്റിയുടേത്. സാർ, അത് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡൻ്റായ റെനി സൂസൻ ഫിലിപ്പിൻ്റെ സഹോദരനാണ്. അദ്ദേഹം റെനിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അദ്ദേഹം കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി ലേ അറേബ്യ ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് ആദ്യം റെനി സൂസനെ കൊണ്ടാക്കുകയും രണ്ടാമത് എന്നെ വന്ന് വിളിച്ചിട്ട് ക്യാമ്പസിനകത്ത് കൊണ്ടാക്കുകയും ചെയ്യുന്നത്. എനിക്ക് വാഹനം ഇല്ലാത്തതുകൊണ്ട് വണ്ടി എന്നെ കൊണ്ടുവിടുന്നത് അതിനകത്ത് ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടെയാണ്. ഇതാണ് ആ സമയത്ത് നടന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് അതെ, യൂണിറ്റ് പ്രസിഡന്റ്, KSU യൂണിറ്റ് പ്രസിഡന്റ് അരുൺകുമാർ. അതെ, എന്നെ കൊണ്ടുവന്നയാള് KSU യൂണിറ്റ് പ്രസിഡന്റ് സഹോദരനാണ്. അല്ല, ഇത് ആദ്യമേ അങ്ങ് പറയായിരുന്നില്ലേ സെന്റ് ജോസ്? വരുന്നവർ ഉത്തരം മാറും. അതായത് വനിതാ ഹോസ്റ്റലിലെ വനിതാ സഹോദരിയെ കൊണ്ടുവിടാൻ വേണ്ടി ആദ്യമെത്തി, പിന്നീട് വീണ്ടും ഷട്ടിലടിച്ച് താങ്കളെ കൂടി കൊണ്ടുവന്നു. പക്ഷേ താങ്കളെ കൊണ്ടുവിടുന്നത് ഹോസ്റ്റലിലല്ല, ഈ പറയുന്ന സർക്കിളിലേക്ക് പോകുന്നു, തിരികെ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആകെ കൂടി പുകമറകളുണ്ട് ഒരുപാട്. പക്ഷേ എങ്കിലും അതൊന്നും താങ്കൾക്ക് കിട്ടിയ മർദ്ദനത്തെ ന്യായീകരിക്കാൻ പറ്റുന്നതേ അല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സണ്ണി ജോസഫ്, ഇന്നിപ്പോൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താങ്കൾ മഹാരാജാവല്ല, ദാസനാണ് എന്നാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഞാൻ ദാസനാണ്. ഈ SFI എന്ന പ്രസ്ഥാനത്തെ എങ്ങനെ കാണിക്കാൻ ശ്രമിക്കരുത്, 35 രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ ധീരജിൻ്റെ പേര് പറഞ്ഞു. ധീരജിനെ കൊന്ന നിഖിൽ പൈലിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സണ്ണി ജോസഫ്, ആ നിഖിൽ പൈലിയെ ന്യായീകരിച്ചതും ഈ ധീരജിനെ കൊന്നത് ഇരന്നു വാങ്ങിയ മരണമെന്ന് പറഞ്ഞതും KPCC പ്രസിഡന്റ് അല്ലേ സണ്ണി ജോസഫ്? അല്ല, ആദ്യമേ തന്നെ ഇതിലെ ചുരുളഴിയുന്നു എന്ന് പറഞ്ഞത് സാൻജോസ് പറഞ്ഞപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ചുരുളഴിഞ്ഞത്? ഒന്നുകൂടി സാൻജോസിൻ്റെ നിഷ്കളങ്കതയും നിസ്സഹായതയുമല്ലേ വ്യക്തമാകുന്നത്. നമ്മൾ ഈ വിഷയമല്ല ഡിബേറ്റ് ചെയ്യുന്നത്, ഈ വിഷയമാണല്ലോ മെയിനായിട്ട് ഡിബേറ്റ് ചെയ്യുന്നത്. അതെ, സാൻജോസിന് ലഭിച്ച ക്രൂരമർദ്ദനല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ പറഞ്ഞ് ആഘോഷിച്ച് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ നിന്ന് ആദ്യം ആ പെൺകുട്ടിയെ കോളേജ് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വണ്ടിയില്ലാത്തത് കൊണ്ട് സാൻജോസിനെ കൂട്ടി ഡ്രോപ്പ് ചെയ്ത് അത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കൺസേൺ സെക്യൂരിറ്റി ഓഫീസർ മടങ്ങി പോകുമ്പോഴാണ് SFIക്കാർ നിയമം കയ്യിലെടുത്തത്. അതിനെയാണ് ന്യായീകരിച്ചത്. പിന്നെ കേരളത്തിലെ കലാലയങ്ങളിൽ മുഖ്യമന്ത്രി കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടി പറയാനുണ്ട്. നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കൊയിലാണ്ടിയിലെ കാര്യം പറഞ്ഞു, കൊയിലാണ്ടി മാത്രമാണോ? പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ ജീവിച്ചിരിക്കുമ്പോൾ റിട്ടയർമെൻറ്റ് ഡേറ്റിൽ അവരുടെ ശവസംസ്കാരം നടത്തിയില്ലേ? കാഞ്ഞങ്ങാട് കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്തായിരുന്നു? പ്രിൻസിപ്പളിന് സെൻഡ് ഓഫ് കൊടുക്കുന്ന ദിവസം പ്രിൻസിപ്പളിന് ആദരാഞ്ജലി അർപ്പിച്ച് റീത്ത് വെച്ചവരല്ലേ? കാസർഗോഡ് കോളേജിലെ പ്രിൻസിപ്പൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? അവർ SFIയുടെ വരുതിക്ക് നിൽക്കാത്തത് കൊണ്ട് അവർക്ക് റിട്ടയർമെൻറ്റിൻ്റെ തലേ ദിവസം അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് കിട്ടി, ഇപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല. കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പളിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നെഞ്ചത്ത് ഞങ്ങൾ അടുപ്പ് കൂട്ടും,
എന്നാണ് ഇരുകാലിൽ തിരിച്ചു പോവില്ല എന്നാണ് പറഞ്ഞത്. തടുപ്പ് കൂട്ടുന്ന ഇരുകാലിൽ തിരിച്ചു പോവില്ല എന്നാണ് പറഞ്ഞത്. രണ്ട് കാലിൽ കോളേജിലേക്ക് വരില്ല, തിരിച്ചു പോവില്ല. ഒന്നും കൂടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഏരിയ സെക്രട്ടറി ഒന്നും കൂടെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതായത് പോലീസ് മാത്രം പോരാ, 2 ആംബുലൻസും കൂടെ വേണം. ആരെ കൊണ്ടുപോകാനാ? കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പരിക്ക് പറ്റുന്നവരെ അവരെ കൊണ്ടുപോകാമെന്നാ പറഞ്ഞത്. ഇന്നിപ്പോൾ CPM-നെവരെയും ഒരു പരിധിവരെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഇടയ്ക്ക് പറഞ്ഞു അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ SFI-കാരനാൽ കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു KSU-കാരന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു KSU-കാരന്റെ പേര്? തിരിച്ച് ഞാനൊരു 10-30 പേര് പറയാം. ഏത്? സഖാബ് അഷറഫ് മുതൽ ജി ഭുവനേശ്വരൻ മുതൽ സൈദാലി, PK രാജൻ, അതുപോലെ തന്നെ സാബു, അനീഷ് രാജൻ, കൊച്ചനിയൻ, അങ്ങനെ എത്രയോ പേരുടെ പേര് ഞാനിങ്ങ് പറയാം. നിങ്ങൾ ഇപ്പോഴും പറയണ്ടല്ലോ കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ SFI പ്രശ്നക്കാരാണ്. പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്, പല ക്യാമ്പയിനുകളും ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ ശരിയായി നയിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ അന്നും നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തുന്നു, നാളെ നടത്തും. പക്ഷെ ഞങ്ങളാൽ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു KSU നേതാവിന്റെ പേര് താങ്കളൊന്ന് പറഞ്ഞേ, എന്നിട്ട് ചർച്ച തുടർന്നാൽ മതി. ഇനി കണ്ണൂരിലെ KSUവിന്റെ വൈസ് പ്രസിഡന്റ് സജിത് ലാലിന്റെ രക്തസാക്ഷി ദിനം ബോംബെറിഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സജിത് ലാലിനെ ഏത് ക്യാമ്പസിൽ എന്ന് ചുമ്മാ ഉണ്ടയില്ല വെടിവെക്കല്ലേ, മറക്കരുത്. ഏത് ക്യാമ്പസിൽ എന്ന് നടന്ന സംഭവം ഞങ്ങളെ മാത്രമാണ് പറയുമ്പോ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലെ വനിതാ നേതാവ് നേതാക്കന്മാർ തുടങ്ങിയിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അരുൺകുമാർ അദ്ദേഹം പേര് പറഞ്ഞു. KSUവിന്റെ കണ്ണൂരിലെ വൈസ് പ്രസിഡന്റ് സജിത് ലാലിനെ ബോംബെറിഞ്ഞ് കൊന്നത് SFI-കാരാണ് എന്നുള്ളതാണ് സണ്ണി ജോസഫിന്റെ ആർഗ്യുമെന്റ്. ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ASFന്റെ വനിതാ നേതാവിനെ MG യൂണിവേഴ്സിറ്റിയിലെ ക്രൂരമായി മർദ്ദിച്ച് പ്രതിപക്ഷ പറഞ്ഞല്ലോ. ഇത് ക്ലാരിറ്റി വരട്ടെ മിസ്റ്റർ അരുൺ. സജിത് ലാലിന്റെ കൊലപാതകത്തിൽ അരുൺകുമാർ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടുവരാം. അരുൺ പറഞ്ഞോളൂ. സജിത് ലാൽ എന്താ കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ബോംബെറിലല്ലേ കൊല ചെയ്യപ്പെട്ടത്? കയ്യിലിരുന്ന് പടക്കം പൊട്ടിയല്ലോ സജിത് ലാൽ മരിച്ചത്. ഇല്ല യെസ്, ഞാൻ പറയട്ടെ, സണ്ണി ജോസഫിനെ കുറിച്ചുള്ള ഒരു മുതിർന്ന നേതാവ് ഇതുപോലുള്ള ഒരു ചാനലിൽ വന്ന് അങ്ങനെ ഉണ്ടയില്ല വെടിവെക്കരുത്, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഏതെങ്കിലും ഒരു KSU-കാരൻ SFI-കാരനാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന എന്റെ ചോദ്യം ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉള്ള ചോദ്യമാണ്. എന്ന് നിങ്ങളുടെ KSU-കാരൻ ഏത് ക്യാമ്പസിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന് പറ. സംഭവം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. പറഞ്ഞല്ലോ 10-35 പേരുടെ പേര്. ഏത് ക്യാമ്പസ് ഒന്ന് ചോദിച്ചു, ഏത് ക്യാമ്പസാന്ന് ചോദിച്ചത്? ഞാനിപ്പോ പറഞ്ഞില്ലേ KSUവിന്റെ പയ്യന്നൂരിൽ. ഏത് ക്യാമ്പസ്? പയ്യന്നൂരിൽ. സ്കൂളാണോ? പയ്യന്നൂർ ക്യാമ്പസിൽ കൊല്ലുന്നതിനേക്കാൾ നടുറോഡിൽ ആസൂത്രിതമായിട്ട് ഷുഹൈബിനെ കൊന്നത് എങ്ങനെയാ? നിങ്ങള് ശരത്ലാലിനെ കൊന്നത് എങ്ങനെയാ? കൃപേഷിനെ കൊന്നത് എങ്ങനെയാ? ക്യാമ്പസിലെ സംഘർഷത്തെക്കാൾ ഉപരി കരുതിക്കൂട്ടി മാരകായുധമായിട്ട് 10 ആളുകളെ കൊണ്ടുവന്ന TP ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാ? അല്ല, നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ കൊലപാതകമൊക്കെ കേസിന്റെ തലപ്പുറത്തും വരും. അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ പയ്യന്നൂർ കോളേജിൽ പഠിച്ച ആളാണ് സജിത് ലാൽ എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. KS അരുൺകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജിത് ലാൽ. ഇല്ല, അദ്ദേഹം പിന്നെ രണ്ടാമത് തിരുത്തി റോട്ടിൽ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് KSU-കാരൻ SFI-കാരന്റെ ആക്രമണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ല, ശരിയാണ്. ജൂൺ 27-ാം തീയതി ഇദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് കണ്ണൂർ വെച്ചാണ്, ക്യാമ്പസിനുള്ളിൽ വെച്ചല്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ 26 വയസ്സുള്ള സജിത് ലാലിനെ കൊലപ്പെടുത്തിയത് എന്തായാലും രാഷ്ട്രീയ പ്രതിയോഗികളായിരിക്കുമല്ലോ സ്വാഭാവികമായും. അതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചും അദ്ദേഹം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു 26 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അത് സണ്ണി ജോസഫ് SFI എന്നല്ല, CPM പ്രവർത്തകരെന്നാണ് നിങ്ങളുടെ പാർട്ടി പത്രത്തിൽ പോലും പറയുന്നത്. ചുമ്മാ വന്ന ആരോപണം ഇതേ പയ്യന്നൂർ കോളേജിൽ പ്രവർത്തകനെ അല്ല,
അല്ലല്ല, അതിലേക്ക് വരാം. അതിന് മുമ്പ് Political ജോസഫ് പറഞ്ഞത് സജിത് ലാൽ, നോക്കൂ, അക്രമം നടത്തുമ്പോൾ കൊല്ലുന്നത് CPM ആണെങ്കിലും DYFI ആണെങ്കിലും SFI ആണെങ്കിലും കൊല ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളാണെങ്കിൽ അത് കലാലയ രാഷ്ട്രീയത്തിന്റെ അപമാനം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KS അരുൺകുമാർ, ഒരു നിമിഷം, ഞാൻ ഇന്ന് മട്ടന്നൂര് പഴശ്ശി കോളേജിൽ ഈ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ച ഒരു ദൃശ്യം കൂടി പ്രേക്ഷകരൊന്ന് കാണൂ. സണ്ണി ജോസഫ്, നമ്മൾ നേരത്തെ ഗുരുദേവ് കോളേജിന്റെ കാര്യം ചർച്ച ചെയ്തു. അവിടെ അധ്യാപകനെതിരെ മോശമായി പെരുമാറുന്ന SFI പ്രവർത്തകരെയും ഏരിയ സെക്രട്ടറിയെയും കണ്ടു. ഈ ദൃശ്യം കൂടി കാണണം. മട്ടന്നൂര് പഴശ്ശിരാജ NSS കോളേജിൽ ഇന്ന് സംഭവിച്ചത്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണും. ആ ദൃശ്യങ്ങൾ ഞാൻ വിവരിക്കാം. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. KSU പ്രവർത്തകരാണ് ഇന്ന് അവിടെ ഈ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നത്. അവനെന്നും ഇവനെന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നമ്മൾ കോടതിയിലേക്ക് പോക്കാം. കൃത്യമായിട്ട് ഇയാൾ ചെയ്ത വിദ്യാർത്ഥികളോട് ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് നമ്മൾ കോടതിയിൽ പോകാം. നോക്കാൻ ഇയാൾ ഈ കസേരയിൽ എത്താതിരിക്കുന്നേ. എപ്പോ പിണറായി തമ്പുരാനായിരിക്കില്ല മുഖ്യമന്ത്രി ഇയാൾ സംരക്ഷിക്കേ. കാരണം നാണം കെട്ടവന്മാരെ പിടിച്ചിരുത്തിയില്ല. SFI ഇരുപത്തി വരുമ്പോ അപ്പാട് വിടുക. അത് ചോദ്യം ചെയ്താൽ വന്ന KSU നേതാക്കളെ ഭീഷണിപ്പെടുത്തുക. ഇവിടെ പഠിക്കൂടാ, അത്രക്കൊന്നായിട്ടാ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ KSU യൂത്ത് കോൺഗ്രസ് ഒന്നും നമുക്ക് കാണാലോ. സണ്ണി ജോസഫ്, തിരുവനന്തപുരമല്ല മട്ടന്നൂർ എന്ന് ആലോചിച്ചോ എന്നാണ് KSU ജില്ലാ ജനറൽ സെക്രട്ടറി ഹരീഷൻ പാളാട് മട്ടന്നൂരിലെ പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഗുരുദേവ് കോളേജിൽ SFI ആണെങ്കിൽ മട്ടന്നൂർ കോളേജിൽ അത് KSU ആണ് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ഒരു സെക്കൻഡ് അരുണേ, ഒരു സെക്കൻഡ് അത് തന്നെ തെറ്റാണ്. മുഖത്തടിക്കുകയല്ല ചെയ്തത്, ശവപഞ്ചം ഉണ്ടാക്കുകയല്ല ചെയ്തത്, ശവടക്കം എടുത്തല്ല ചെയ്തത്. SFIക്കാർ സമരം ചെയ്താൽ കോളേജ് വിടുന്നു, KSUക്കാർ സമരം ചെയ്താൽ കോളേജ് വിടുന്നില്ല എന്ന KSUവിൻ്റെ പ്രതിഷേധം അവിടെ പറഞ്ഞിട്ടുണ്ട്. KSU നേതാവ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൽ തന്നെ വാക്കുകൾ പക്ഷേ മുഖത്തടിക്കല്ല ചെയ്തത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോർച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി നടത്തിയ വിദ്യാഭ്യാസ ബന്ദ്, അതിൽ വിദ്യാർത്ഥികളെ വിടാൻ പാടില്ല എന്ന നിലപാടാണോ KSU എടുക്കേണ്ടിയിരുന്നത്? അല്ല, അത് എനിക്ക് ആ കേസ് എന്താണെന്ന് അറിയില്ല. എന്താ വിഷയം ഞാൻ പഠിച്ചിട്ടില്ല. കാരണം ആ വിഷയം ഇവിടെ വരുമെന്ന് ഞാൻ SFI സംസ്ഥാന സെക്രട്ടറി അടക്കം 10 നേതാക്കന്മാർ ജയിലിലാണ്. ഇപ്പോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, പെൺകുട്ടികൾ അടക്കം 10 പേർ ജയിലിലാണ് നീറ്റ് വിഷയത്തിൽ. ഇന്ന് റിമാൻഡ് ചെയ്തു. അന്നേരമാണ് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒത്താശ ചെയ്യുന്നത്. അറിയാലോ, നീറ്റ് വിഷയമൊന്നും നിങ്ങൾ പറഞ്ഞിട്ടാണ്. നീറ്റ് വിഷയവും കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നീറ്റ് വിഷയം പാർലമെന്റിലും പൊതുരംഗത്തും കൊണ്ടുവന്ന് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്, KC വേണുഗോപാലാണ്. ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പ്രതിപക്ഷമാണ്. ക്യാമ്പസിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ നിങ്ങൾ തെറ്റായ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അത് പരിശോധിക്കേണ്ടതാണ് സണ്ണി ജോസഫ്. അത്തരമൊരു നിലപാട് ഉണ്ടാവാൻ പാടില്ലല്ലോ KSUവിന്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ എങ്കിലും ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് സണ്ണി ജോസഫ്, ഈ ആരോപണ പ്രത്യാരോപണങ്ങളും ഈ സഭയിൽ നടക്കുന്ന ചർച്ചകളും എല്ലാം നമ്മളോട് പറയുന്നത് ക്യാമ്പസിൽ ഈ രാഷ്ട്രീയം പാടില്ല എന്ന ഹൈക്കോടതി വിധിയെ ന്യായീകരിക്കുന്ന വാദങ്ങളാണോ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ കണ്ടത്? കാരണം സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് ക്യാമ്പസുകളിൽ ഇതേപോലെ KSUയും SFIയും ABVPയും പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ നിയമസഭയിൽ പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടുന്നു, രക്തസാക്ഷികളുടെ എണ്ണം പറയുന്നു, രാജാവല്ല ദാസനാണെന്ന് പറയുന്നു. കൗതുകകരമായ കാര്യം, ഇപ്പോഴും ആ പൂച്ചട്ടി പ്രയോഗം ന്യായീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഒരു സെക്കൻഡ്, ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചു, നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്നതാണല്ലോ. അദ്ദേഹം തിരുവഞ്ചൂരിൻ്റെ പേരെടുത്ത് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാനപ്പോൾ ആലോചിക്കുകയത് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ, ഞാനും വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ KSU പ്രവർത്തകനായിട്ടാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. ഞാൻ കേരള സർവകലാശാല യൂണിയനിലെ കൗൺസിലറായിരുന്നു. കോളേജിൽ 2 പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു, പഴയ കാലിക്കറ്റ് സർവകലാശാല. ഞാനോ എൻ്റെ അറിവിലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ഒരാളെയും നോവിച്ചിട്ടില്ല. ദാറ്റ് വാസ് ദി സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. അതായിരുന്നു പ്രവർത്തന ശൈലി. SFI തുടങ്ങിയ അക്രമത്തിൻ്റെ ശൈലിയാണ്.
SFI തുടങ്ങിയ അക്രമത്തിൻ്റെ ശൈലിയാണ്. അത് കണ്ണൂരിൽ നിന്ന് CPM തുടങ്ങിയ രാഷ്ട്രീയത്തിലെ അക്രമത്തിൻ്റെ ശൈലിയാണ്. AKG ആശുപത്രി തെരഞ്ഞെടുപ്പിന് തുടങ്ങിയ അക്രമത്തിൻ്റെ ശൈലിയാണ്. ജനാധിപത്യ ദോഷണ തെരഞ്ഞെടുപ്പുകളുടെ അക്രമ ശൈലിയാണ്. കോളേജുകളിലേക്കും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള KPCC പ്രസിഡന്റ് ന്യായീകരിച്ചത് തെറ്റല്ലേ സണ്ണി ജോസഫ്? അല്ലല്ല, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വേർഡിങ്സിന്റെ അർത്ഥം? എന്തായിരുന്നു? എരന്നു വാങ്ങിയ മരണം. നത്തിങ് ഡൺ ഫോർ സെൽഫ് ഡിഫെൻസ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, IPC എന്താ പറഞ്ഞിരിക്കുന്നത്? നത്തിങ് ഡൺ ഫോർ സെൽഫ് ഡിഫെൻസ് ഈസ് ആൻ ഒഫൻസ്. നത്തിങ് ഡൺ ഫോർ സെൽഫ് ഡിഫെൻസ് ഈസ് ആൻ ഒഫൻസ്. അവിടെ എന്താ ഉണ്ടായത്? ഇടുക്കി കോളേജിൽ എന്താ ഉണ്ടായത്? KSUക്കാരെ ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു SFIക്കാർ. അത് പ്രോസിക്യൂഷൻ. അതാണ് സംഭവം. സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ്, സംഘടനത്തിന്റെ ഭാഗമായിട്ടാണ്. പതിയിരുന്ന് ആക്രമിച്ചതല്ല. ഷുഹൈബിനെ കൊന്നപോലെ, ശരത്ലാലിനെ കൊന്നപോലെ, സജിത് ലാലിനെ കൊന്നപോലെ പതിയിരുന്ന് ആക്രമിച്ചതല്ല, ബോംബെറിഞ്ഞു കൊന്നിട്ടല്ല. പക്ഷേ ആരാണെങ്കിലും നമ്മൾ സിദ്ധാർത്ഥന്റെ എനിക്ക് പറയാൻ സമയം തരണം. നിങ്ങൾ എന്നെ ചർച്ച വഴിതെറ്റിയാണ് പോയത്. അരുൺകുമാർ സാറിന് വേണ്ടത് മാത്രമാണ് സാർ എന്നെ പറയാൻ. തീർച്ചയായിട്ടും ചർച്ചയുടെ അവസാന ഘട്ടം എത്തുമ്പോൾ സഞ്ജോസ് നമ്മളോട് ഒരു നിമിഷം പറഞ്ഞോളൂ സഞ്ജോസ് പറഞ്ഞോളൂ. അല്ല സാർ, ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞത് 10:45 ആ സമയത്തെങ്ങാണ്ടോ ഞാൻ കയറിയെന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളുടെ ഇതിൽ കാണിക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ടിൽ പോലീസിനെ വിളിച്ചത് 10 മണിക്കാണ്. അതായത് ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് പോലീസിനെ വിളിക്കുന്നത് 10 മണിക്കാണ്. സാർ, 10 മണിക്ക് ഞാൻ പോലീസിനെ വിളിച്ചിട്ട് 10:15 ഞാൻ ചെന്ന്, അല്ലെങ്കിൽ 10:30 ഞാൻ ചെന്ന് അവിടെ പോയി അടിക്കാൻ ഞാൻ മണ്ടനാണോ സാർ? മണ്ടനാണോ? അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് പൊള്ളയാണെന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, റിസർച്ച് ഹോസ്റ്റലിൽ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അറിഞ്ഞു. അപ്പോൾ യൂണിറ്റ് പ്രസിഡന്റിനെ അറിഞ്ഞിട്ടില്ല. ഈ സമയം ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. ആദ്യം ഞങ്ങളെ ഇവിടെ ഈ പെൺകുട്ടിയെ കൊണ്ടുവിടുന്നത് റിസർച്ച് ഹോസ്റ്റലിലാണ്. റിസർച്ച് ഹോസ്റ്റല് നമ്മുടെ ഗേറ്റുമായി, പിറകു വശത്തെ ഗേറ്റുമായി ഒരുപാട് ദൂരം ഉണ്ടെന്നുള്ള കാര്യം സാറിനറിയാം. അപ്പോൾ അവിടെ വന്ന് സെക്യൂരിറ്റിയോട് ഞാൻ എൻ്റെ അനിയത്തിയെ കൊണ്ടുവിടാൻ വന്നതാണ് എന്ന് എഴുതി ഒപ്പിടാറില്ല ആരും. അങ്ങോട്ട് കൊണ്ടുപോയി ആ കുട്ടിയെ വിട്ടതിന് ശേഷമാണ് എന്നെ വന്ന് വിളിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം, അതായത് ഈ 10 മണിക്കാണ് പോലീസിനെ വിളിക്കുന്നത്. 10 മണിക്ക് പോലീസിനെ വിളിക്കുന്നത് എന്നെ കാണാത്തത് കൊണ്ട്, എന്നെ എവിടെയാണ് കൊണ്ടുപോയതെന്ന് അറിയാത്തത് കൊണ്ടിട്ടാണ് ഈ യൂണിറ്റ് പോലീസിനെ ഇറക്കുന്നത് സെൻട്രൽ സർക്കിളിലല്ലേ? ഈ KSU യൂണിറ്റ് പ്രസിഡന്റായി വിദ്യാർത്ഥിനെ ഇറക്കുന്നത് ക്യാമ്പസിന്റെ പുറത്തുള്ള റിസർച്ച് ഹോസ്റ്റലിലല്ലേ? അതെ, റിസർച്ച് ഹോസ്റ്റലിലാണ്. അതെ. അപ്പൊ സാൻജോസിനെ കാണാതായി എങ്ങനെയാ പിന്നെ ഈ KSU യൂണിറ്റ് പ്രസിഡന്റ് അറിയാം? സാർ, ഞാൻ ആ സമയത്ത് ഇദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജോബിൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ യൂണിറ്റ് പ്രസിഡന്റിനെ വിളിച്ച് അറിയിക്കുകയും അദ്ദേഹം ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സ് മാറി വരികയും ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് യൂണിറ്റ് പ്രസിഡന്റ് ആ സ്ഥലത്തുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് താങ്കളെ മർദ്ദിക്കുമ്പോൾ റിസർച്ച് ഹോസ്റ്റലിന് പുറത്തുണ്ടോ? യൂണിറ്റ് പ്രസിഡന്റ് വരുന്നത് എന്നെ മർദ്ദിച്ച് കൊണ്ടുപോയതിനു ശേഷമാണ്, എന്നെ റൂമിനകത്ത് കൊണ്ടുപോയതിനു ശേഷമാണ് യൂണിറ്റ് പ്രസിഡന്റ് ആ സ്ഥലത്ത് വരുന്നത്. സഹോദരനെ എന്നെ ക്യാമ്പസ് ഹോസ്റ്റലിനകത്ത് മർദ്ദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ വന്നു. പക്ഷെ ഞാൻ എവിടെയാണ്, ഏത് റൂമിലാണ് കൊണ്ടുപോയത് അദ്ദേഹത്തിന് അറിയില്ല. ടൈമിനെ സംബന്ധിച്ചല്ലേ അദ്ദേഹത്തിന്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിന്റെ മുമ്പേ വെച്ചിട്ടാണ്. അപ്പൊ അതായത് ക്യാമ്പസിന് മുന്നിൽ KSUവിന്റെ പ്രസിഡന്റ് അടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് താങ്കളെ മുറിക്കുള്ളിൽ കൊണ്ടുപോയി ഈ മർദ്ദിച്ചു എന്ന് താങ്കൾ പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കേസ് നടക്കുകയാണ്. സഞ്ജോസിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യം മെച്ചപ്പെട്ടോ? സാർ, ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു സാർ, കേരള പഠന വിഭാഗത്തിലാണ് ഞാൻ പഠിച്ചത്. ആ MAയും ഈ MAയും രണ്ടും ഒന്നാണെങ്കിൽ, ആ MAയും ഈ MAയും രണ്ടും ഒന്നാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അതിൽ ഒരു MA കോഴ്സിനെ ഡിസ്മിസ് ചെയ്യണം. അങ്ങനെ ഒരു ക്യാമ്പസിൽ 2 MA
ഒരു മലയാളത്തിന് തന്നെ 2 MA ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് സാർ അതിനെ ഡിസ്മിസ് അത് മറ്റൊരു ചർച്ചയാണ്. അത് പക്ഷേ ഈക്വലൻസി ഉണ്ട് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾക്ക് ആ കോഴ്സ് ഒരു തവണ പഠിക്കാനും മറ്റേ ഒരു കോഴ്സ് പഠിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് സാൻജോസ്. അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ ഫിലോസഫിക്കും അറബിക്കും വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ, ഫിലോസഫിയും അറബിയും പഠിക്കാത്ത വിദ്യാർത്ഥികളും ഉണ്ടല്ലോ സാൻജോസ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരുടെ സ്ഥിരം പരിപാടിയാണിത്. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് തർക്കമില്ല. താങ്കൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് കോഴ്സും എടുത്ത് താങ്കൾക്ക് പഠിക്കാം. അങ്ങനെ തന്നെയാണ് കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും. സാൻജോസ്, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം സണ്ണി ജോസഫ് MLA, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, K ഗണേഷ് BJP പ്രതിനിധി ചർച്ചയിൽ ചേർന്ന്. ശ്രീ K ഗണേഷ്, ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഈ ചർച്ചയിൽ നേരിട്ട് BJP ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അധിക ചോദ്യം വരാത്തത്. പക്ഷേ താങ്കൾ ഈ ചർച്ചയിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. കൂടുതൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. മറ്റൊരു ചർച്ചയിൽ ഞാൻ കൂടുതൽ സമയം താങ്കൾക്ക് വേണ്ടി മാറ്റിവെക്കാം. നന്ദി എല്ലാ അതിഥികൾക്കും.